ഭക്തിയോടെ പ്രാർത്ഥനയോടെ കാത്തിരുന്ന ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തിന്റെ പൊങ്കാല നാളെയാണ്. നമ്മളോടൊപ്പം തിരുവനന്തപുരം മേയർ വി രാജേഷ് കൂടി ചേരുന്നുണ്ട്. BJP അധികാരത്തിലെത്തിയതിനു ശേഷം കോർപ്പറേഷന് കീഴിൽ വരുന്ന ആദ്യത്തെ പൊങ്കാലയാണ്. സജ്ജീകരണം എല്ലാം വളരെ നന്നായിട്ട് എല്ലാ തയ്യാറെടുപ്പുകളും വളരെ ഭംഗിയായി നടന്നിട്ടുണ്ട്. കോർപ്പറേഷൻ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളെല്ലാം കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട്. ഇനി ക്ലീനിങ്ങിന് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി സംസ്ഥാന സർക്കാരിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുമായി ഏകോപിപ്പിച്ച് പ്രവർത്തിച്ച് ഏറെക്കുറെ എല്ലാ കാര്യങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കുടിവെള്ളത്തിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത് കോർപ്പറേഷൻ 60 വാർഡുകൾക്ക് 52 വാർഡുകൾക്ക് ഓരോ ടാങ്കർ വെച്ച് വെള്ളം നിറച്ച് സൗജന്യമായി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 8 ടാങ്കറുകൾ ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് വെള്ളം നിറച്ച് നിലയുറപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം 60 ടാങ്കുകൾ, വലിയ വാട്ടർ ടാങ്കുകൾ നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വെച്ച് അതിൽ ആവശ്യത്തിന് വെള്ളം ശേഖരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടെ ആകുമ്പോഴേക്കും പ്രശ്നങ്ങളൊക്കെ തന്നെ യാതൊരു ആശങ്കയും വേണ്ട, വളരെ സന്തോഷമായിട്ട് മനോഹരമായിട്ട് ഭക്തിനിർഭരമായിട്ട് പൊങ്കാലയിട്ട് മടങ്ങാനുള്ള എല്ലാ സൗകര്യവും ചെയ്തിട്ടുണ്ട്. പൊങ്കാല ദിവസം ചന്ദ്രഗ്രഹണമാണ്. മണിക്കൂറുകളോളം ദേവീ ദർശനം സാധ്യമല്ല. അപ്പോൾ അതിന്റെ കൂടി ഒരു തിരക്കായിരിക്കണം ഇവിടെ കാണുന്നത്. അപ്പോൾ ഒരുപാട് ഭക്തജനങ്ങൾ വരുന്നുണ്ട്. ശക്തമായിട്ടുള്ള ഗ്രീൻ പ്രോട്ടോകോൾ അടക്കം പാലിച്ചുകൊണ്ടല്ലേ മുന്നോട്ട്? വളരെ നേരത്തെ തന്നെ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഏറ്റവും നന്നായത് റോഡ് ടാറിങ് അത് ഞങ്ങൾ 20 ദിവസം മുന്നേ പൂർത്തിയാക്കി. അപ്പോൾ അതിൻ്റെതായ ഒരു തിരക്കില്ല. പക്ഷേ ഇപ്പോൾ ഇന്നലെ ക്ഷേത്ര ട്രസ്റ്റിൻ്റെ ഭാരവാഹികളായിട്ട് സംസാരിച്ചപ്പോൾ തന്നെ പറഞ്ഞത് ഇക്കൊല്ലം കുറച്ച് തിരക്ക് കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നിയന്ത്രിക്കുവാൻ ആവശ്യമായ കാര്യങ്ങൾ പോലീസുമായി ബന്ധപ്പെട്ട് പോലീസ് കൃത്യമായിട്ട് കാര്യങ്ങൾ നിർവഹിക്കുന്നുണ്ട്. അതുതന്നെയാണ് പൊങ്കാല ഒരുക്കങ്ങളെല്ലാം തകൃതിയായി മുന്നോട്ട് പോകുന്നുണ്ട്. ശ്രദ്ധയോടെ കരുതലോടെ നമുക്കും ഈ മഹോത്സവത്തിന്റെ ഭാഗമാകാമെന്ന് തന്നെയാണ് മേയർ വി രാജേഷ് പറയുന്നത്. ക്യാമറമാൻ ജോസിനൊപ്പം ദേവിക ചന്ദ്രൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം.